അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യന് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് അല്ലാഹുവിനെ പേടിയുള്ള മനുഷ്യനാ, അല്ലാഹുവിനെ വല്ലാതെ ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യനാണ് എന്റെ ഭർത്താവ്. ഉടച്ചവനെ മഹദി പറയുകയാണ്, റുബമാ യദ്കുറുല്ലാഹ ഫില്ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്ഖീ ഹത്താ യുസ്ബിഹാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട മണവാട്ടി പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും മണിയറക്കകത്തിരിക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും കിടപ്പറയിൽ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. പെങ്ങളെ, നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മസ്റ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, ഹിസാബ് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. ഏതുവരെ കരഞ്ഞതെന്നറിയോ? വെളുപ്പാങ്കാലം വരെ എന്റെ ഭർത്താവ് മണിയറക്കകത്തിരുന്ന് കരഞ്ഞു എന്ന് ഭാര്യ പറയുമ്പോ ഇത് തന്നെയല്ലേ അള്ളയും പറഞ്ഞത്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞ് വജിലത്ത് ഖുലൂബുഹും, അവന്റെ ഹൃദയം കിടുങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. പടച്ചറബ്ബേ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ചറബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് അവിടുന്ന് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, വല്ലാഹി വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാനുള്ള ഒരു കാരണം എന്റെ ജീവിതത്തിൽ വല്ലാഹി സത്യം എന്റെ ഭർത്താവിനെ പോലെ അള്ളാഹിനെ പേടിയുള്ള ഒരു മഖ്ലൂക്കിനെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിതങ്ങളുടെ ജനാസ ഖബറടക്കി നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് പറയാനുള്ളതെന്ത്? ആയിഷ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നീ മരണപ്പെട്ടതിന് ശേഷം നീ നല്ലവനാണെന്ന് നിന്റെ ഭാര്യ പറയണം, എങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറള്ള ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ നല്ലവനാണെന്ന് ആര് പറയണം? ആര് പറയണം? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാര്യമാര് പറയണം നീ നല്ലവനാണെന്ന്, അല്ലാതെ നാട്ടുകാരല്ല. നാട്ടുകാര് മുഴുവനും നീ നല്ലവനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. നിന്റെ കൂടെ കടന്ന് നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. നിനക്ക് തന്നെ അറിയാം, ഓള് ലോകത്തുള്ള ആരെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും നിന്നെക്കുറിച്ച് നല്ലത് പറയൂല. കാരണം നിന്റെ സ്വഭാവം സർവ്വതും ഓൾക്കറിയാം. നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ ഭാര്യക്കറിയാം. എടോ, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ 1000 നാവായിരിക്കണം. എന്റെ ഇക്ക ഒരു വല്ലാത്ത ഉഷാറാ. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്, ചില പെണ്ണുങ്ങൾ പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ഉത്സാഹമായി തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അഭിമാനത്തോടു കൂടി പറയുന്നൊരവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ പറയണം, ഈ പെണ്ണുങ്ങൾ പറയട്ടെ നിങ്ങൾ നല്ലവരാണെന്ന്, സിറാജിന്റെ ഭാര്യ പറയട്ടെ സിറാജ് നല്ലവനാണെന്ന്.
അങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക്, നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കും, ഉസ്താദ് പറഞ്ഞത് കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എടി, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഭർത്താവ് പറയാ ഭാര്യയുടെ, എന്റെ മൂക്കിൽ നിന്ന് ചീന്തരം ഒഴുകി വന്ന് അതുവരെ നീ തുടച്ചെടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറയും, എനിക്ക് അത്രയും മഹത്തമാ, എന്റെ പൊരുത്തുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഭർത്താവ് ഭാര്യയെടുത്ത് വലിയ നെഞ്ചുറപ്പോടെ പറയും, ചങ്ങാതി നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു പാലം വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ, ഒരു പാലം വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ, ഓളും പറയണ്ട, ഓളുടെ പൊരുത്തം നിനക്കും വേണ്ടേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയും, എന്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നമുക്കങ്ങനെ അള്ളാനെ പേടിയുണ്ടോ? ഭർത്താവിനോട് ഭാര്യ ചോദിക്കുക, നിങ്ങൾ ഇനി എന്ന് നന്നാകാനേക്കാം, നിങ്ങളിനി എന്ന് നന്നാകാനാ? ഈ പ്രായമായിട്ട് നിങ്ങൾക്ക് മാറ്റും. നമുക്കൊന്നും അള്ളാനെ പേടിയില്ലടോ. നമുക്ക് ആർക്കെങ്കിലും അള്ളാനെ പേടിയുണ്ടോ? അള്ള എന്തൊരു വെപ്രാളമായിരുന്നു നമുക്ക്. നിങ്ങൾ നോക്കിക്കേ, ഈ കഴിഞ്ഞ റമദാൻ മാസം മുഴുവനും ഇലക്ഷന്റെ പേരും പറഞ്ഞിട്ട് തിന്നില്ലേ നമ്മൾ? ഈ കഴിഞ്ഞ റമദാൻ മാസം മുഴുവനും ഇലക്ഷന്റെ പ്രചരണവും ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാസം മുഴുവനും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കാൽക്കുലേഷൻ ആയിരുന്നു. എല്ലാരും പടച്ചവനെ റമദാൻ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ നമ്മൾ ആര് ജയിക്കും? നമ്മുടെ വെപ്രാളം ഇത്. നമുക്ക് അള്ളാനൊന്നും പേടിയില്ല. അള്ളാനെ പേടിയില്ല. ആരാ ഉള്ളേ? പടച്ചറപ്പിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആകുമായിരുന്നു. നമുക്ക് പേടി മറ്റു പലരിക, നമുക്ക് പേടി മറ്റു പലരും. നമുക്കൊന്നും റമദാനായാലും ഇപ്പൊ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം, അൽഹംദുലില്ലാ ഹജ്ജിന്റെ മാസം തുടങ്ങി. എത്ര വലിയ മഹത്വം! നമുക്ക് ആ ചിന്തയൊന്നുമില്ലടോ. ഈ പരിശുദ്ധമായ മാസത്തിന്റെയും ഏത് ദിവസത്തിന്റെയും മഹത്വമൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ആരെല്ലാം ഹജ്ജിന് പോയിട്ടുണ്ടോ, അല്ലാഹു അവർക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ചിന്തയൊന്നുമില്ല. നമുക്ക് ഏത് നല്ല ദിവസം വന്നാലും എന്തൊക്കെ വന്നാലും നമുക്കൊരു ചിന്തയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ മാസമാണ്. അൽഹംദുലില്ലാഹ്, ഈ ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളല്ല. ഇന്ന് മുതൽ തുടങ്ങിയ 10 ദിവസം സാധാരണ ഒരു ദിവസമായി നമ്മൾ എണ്ണാൻ പാടില്ല. മഹാനായ പ്രവാചകൻ പറഞ്ഞത്, മാമിൻ അയ്യാമിൻ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമുള്ള 10 ദിവസമാണ്. ഇത് സാധാരണ 10 ദിവസമല്ല, ഇത് സാധാരണ 10 ദിനങ്ങളല്ല. ഈ 10 ദിനങ്ങളോളം മഹത്വമുള്ള വേറെ ദിവസങ്ങളില്ല. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകളോളം വലിപ്പമുള്ള വേറെ നന്മയില്ലടോ. റമദാനിന്റെ രാവുകളെ കുറിച്ചാ പറഞ്ഞത്. ലൈലത്തുൽ ഖദർ രാത്രിയിലാ സഹോദരാ. ഞാൻ പറയുന്നത് പകലിനെ കുറിച്ചാണ്. ഈ പകലിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നു മുതലുള്ള 10 രാവുകൾ നിസ്സാരമായി കാണല്ലേ പെങ്ങള്. ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തോ. ഈ 10 ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമുള്ള ദിവസമാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ജിഹാദിനെക്കാളും മഹത്വമുണ്ടോ നബിയേ? ജിഹാദിനെക്കാളും ഈ 10 ദിവസം നന്മ ചെയ്യുന്നത് ജിഹാദിനെക്കാളും പ്രതിഫലം കിട്ടുന്ന നന്മയാണോ? വിധങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ജിഹാദിനെക്കാളും കൂലിയാ. ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ബിശൈഇ. വിധങ്ങൾ
പറയുന്ന ഒരാളുടെ അദ്ദേഹം തന്റെ സമ്പത്തും തന്റെ സർവ്വതും ചെലവഴിച്ചുകൊണ്ട് അതാ യുദ്ധത്തിന് പോയി, രണാങ്കണത്തിൽ പോയി ഷഹീദായി. അദ്ദേഹം ഒഴികെ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമുള്ള ദിനങ്ങളാണ്. ഒരു നിമിഷം പോലും പാഴാകരുത്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല. നമുക്ക് പേടി ഭരണാധികാരികളെയാണ്, അധികാരമുള്ളവരെയാണ്. കേവലം നമ്മളെ പോലെ നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് വല്ലാത്ത പേടിയാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽ ഫജ്ർ വലയാലിൻ അസ്ർ വസ്സഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പടച്ചവനെ, അതാ പദാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, വൽ ഫജ്ർ, ഫജ്റിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹു പറയുന്നു വലയാലിൻ അസ്ർ, ഈ 10 ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വസ്സഫഇ വൽ വത്ർ, ഇരുട്ടയെയും ഉച്ചയെയും. അറഫാ ദിവസത്തിനെ കൊണ്ട് തന്നെയാണ് സത്യം, പെരുന്നാൾ ദിവസത്തിനെ കൊണ്ട് തന്നെയാണ് സത്യം. വലയാലിൻ അസ്ർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ രാവുകളെ കുറിച്ച് സത്യം ചെയ്യുകയാ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാ, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ഇത്രയൊക്കെ പോരെയോ സഹോദരാ? ഇത്രയൊക്കെ മതിയല്ലോ? അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുകയാണ്, അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുകയാ, ഈമാനുള്ളവരെ, മുസ്ലിമെന്ന് പറഞ്ഞ് നടക്കുന്നവരെ അല്ലാഹു സത്യം ചെയ്തിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, അല്ലാഹുവിന്റെ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, അതാ ഈ ഉമ്മത്തിനെ ആരാണോ പീഡിപ്പിക്കുന്നത്, ഈ ഉമ്മത്തിനെ ആരാണോ വേദനിപ്പിക്കുന്നത്, ആ വേദനിപ്പിക്കുന്നവരെ അല്ലാഹു വെറുതെ വിടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്ക് മുസ്ലിമേ, ഇനിയെങ്കിലും മനസ്സിലാക്ക് മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറയുന്നത്, അല്ലാഹയല്ലേ പറഞ്ഞത്. എന്റെ അടിമകളെ ആരാണ്, എന്റെ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, എന്റെ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, മുസ്ലിമിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, മുസ്ലിമിനെ ആരാണോ ആക്രമിക്കുന്നത്, മുസ്ലിമിനെ ആരാണോ പീഡിപ്പിക്കുന്നത്, അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹു പിന്നീടുള്ള ആയത്തില് അല്ലാഹു ചോദിക്കുകയാ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദിൽ ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് ആദ് സമുദായത്തിന്റെ ചരിത്രമറിയില്ലേ? ആദ് സമുദായത്തിന്റെ ചരിത്രമറിയില്ലേ? ആദെന്ന് പറയുന്ന സമുദായം തെങ്ങുകളോളം വലിപ്പമുള്ളവരാണ്, തെങ്ങിനോളം നീളമുണ്ടായിരുന്നു ആദ് സമുദായത്തിന്. അല്ലാഹുവേ, അവർ വല്ലാതെ ആരോഗ്യവാന്മാരായിരുന്നു. അവരെ പോലെ ഒരു വിഭാഗത്തെ പിന്നീട് അല്ലാഹു പടച്ചിട്ടില്ല. ആദെന്ന് പറയുന്ന ഒരു സമുദായം, സമൂഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നു. തെങ്ങിനോളം വലിപ്പുണ്ടായിരുന്നു അവർക്ക്, വല്ലാത്ത ആരോഗ്യം. അതുപോലെ ഒരു സമുദായത്തെ പിന്നെ അല്ലാഹു പടച്ചിട്ടില്ല. അവരെന്തായിരുന്നു? എത്ര അക്രമം കാണിച്ച്, അവരെന്തെല്ലാം കാണിച്ചു. അങ്ങനെ അക്രമങ്ങൾ കാണിക്കാൻ അവർ തയ്യാറായപ്പോ അല്ലാഹു അവരെ തകർത്ത് കളഞ്ഞില്ലേ? അല്ലാഹു ചോദിക്കുന്ന സമൂദ് ഗോത്രം എന്തുപറ്റി? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രം ഉണ്ടായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരുടെ ഈ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു മൂന്നാമത് ചോദിക്കുന്നു, ഫിറഔൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ലോ. വഫിറഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അല്ലാഹു ചോദിക്കുക, എന്തേ നമ്മുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാത്തത്? ചരിത്രം എന്ന് പറയുന്നത് ആവർത്തിക്കാനുള്ളതാ സഹോദര. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, വഅമ്മാമൻ പരിശുദ്ധമായ ഖുർആൻ, വഅമ്മാ ആദുൽ ഫൗഹ്ലികു ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹാ അലൈഹിം. ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദെന്ന് പറയുന്ന സമൂഹത്തിന് അല്ലാഹു കൊടുങ്കാറ്റടിച്ചില്ലേ?
ഈ കൊടുങ്കാറ്റ് ഒരാഴ്ചയോളം 7 ദിവസം പകലും രാത്രിയും 8 രാത്രികളുമായിട്ട് ഇങ്ങനെ അല്ലാഹു കൊടുങ്കാറ്റടിച്ചു. തണുപ്പുള്ള കൊടുങ്കാറ്റ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈന്തപ്പന മരങ്ങൾ പിഴുതു വീഴുന്നത് പോലെ ആദ് സമുദായം തത്തൊടുങ്ങിയില്ലേ? ഖുർആൻ ചോദിക്കുക. സമൂദ് ഗോത്രം ദുരന്തങ്ങൾ ഉണ്ടായാൽ അള്ളാഹു ആദെന്ന് പറയുന്ന സമുദായത്തെ കൊടുങ്കാറ്റ് കൊടുത്തിട്ട് അള്ളാഹു നശിപ്പിച്ചത്. അതുകൊണ്ട് ഇവന്മാര് കൊടുങ്കാറ്റടിച്ച് നാശമുണ്ടാകാതിരിക്കാൻ വലിയ പാറയ്ക്കകത്ത് വീടുണ്ടാക്കി. പാറ തുരന്നിട്ട് അതിനകത്ത് വീടുണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് കയറി താമസിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു ഭയാനകമായ ശബ്ദം കൊടുത്തില്ലേ? അവസാനം മയ്യത്ത് പോലും കുടിച്ചിടാൻ ആളില്ലാതെ ആ പാറയ്ക്കകത്ത് കിടന്നിട്ട് സമൂഹ ഗോത്രം മുഴുവനും തത്തൊടുങ്ങിയില്ലേ സഹോദര? എടോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിർഔൻ. ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് മൂസ നിന്റെ റബ്ബാണെങ്കിൽ എന്റെ ഭൂമിയിൽ ഞാൻ തീരുമാനിക്കണം ഈ മഴ ഇവിടെ വന്ന് വീഴണമെങ്കിൽ. ഇതെന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ ഫിർഔൻ നാട്ടിൽ കടന്ന് കരയിൽ കടന്ന് വ്യഭിചരിച്ചിട്ട് കൊതി വരാതെ കടലിൽ പോയി കടന്ന് വ്യഭിചരിച്ചവനാ ഫിർഔൻ. ആ ഫിർഔനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്ന ചരിത്ര ഖുർആൻ പറയുന്നില്ലേ? സഹോദര, ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാ. ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാ. എടോ, അഹങ്കരിച്ച ഒരാളും ഇന്ന് വരെ നേരെയായി ചരിത്രമില്ല സഹോദര. ഈ തെരഞ്ഞെടുപ്പ് അതല്ലേ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്തൊക്കെയായിരുന്നു സുബ്ഹാനല്ലാഹ് ഭരണഘടന തിരുത്തണം, എന്തൊക്കെയായിരുന്നു സഹോദര? നമ്മൾ എന്തേ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാത്തത്? ഭരണഘടന തിരുത്തണമെന്ന് പറഞ്ഞവരെ ജനങ്ങൾ തിരുത്തിയത് ഞാനും നിങ്ങൾ കണ്ടതല്ലേ? ജനങ്ങളല്ലേ തിരുത്തിയത്, നമ്മളല്ലല്ലോ. ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോ ജനങ്ങൾ തിരുത്തുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടില്ലേ? എന്റെ പൊന്നാര സഹോദര, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ബാബരി മസ്ജിദ് എന്ന സ്ഥലത്തല്ലേ ഇവര് ക്ഷേത്രം പണിതത്? എന്നിട്ട് അതൊക്കെ വലുതായി പറഞ്ഞുകൊണ്ട് നടന്നവരല്ലേ? ആ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ബോധമുണ്ട്, അവരെ അറിയാം. അതുകൊണ്ടാണ് അവിടെ നിന്ന സ്ഥാനാർത്ഥി പോലും തോറ്റുപോകേണ്ട സാഹചര്യം വന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം പോയി വിവാദ പ്രഭാഷണങ്ങൾ നടത്തി അവിടെയൊക്കെ ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ തോറ്റുപോയത്? നിങ്ങൾ അരിച്ചുവയ്ക്കേ. ഇപ്പൊ പടച്ചോന് ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിലല്ലേ ഒന്ന് കയറാൻ പറ്റുള്ളൂ. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? അള്ള നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടണേ? അള്ളയല്ലേ പറഞ്ഞ് നമ്മളെ സഹായിക്കുമെന്ന്? അള്ളാഹുവല്ലേ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കും. നമ്മൾ ആരെയും ഭയപ്പെടണം, അള്ളാനെ ഭയപ്പെട്ടാ പോരെ? എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ഭയന്ന് ജീവിക്കണോ, പാഠങ്ങൾ ഉൾക്കൊള്ളണോ, ഈമാനോടുകൂടി ജീവിക്ക്, അൽഹംദുലില്ലാഹ് ഇസ്സത്തോടുകൂടി ജീവിക്ക്. അള്ളാനെ ഭയന്നുകൊണ്ട് ജീവിക്കുമ്പോ അള്ള നമ്മളെ സഹായിക്കും. അള്ളാഹ് പറയുന്നതനുസരിക്കാത്ത കാലത്തോളം പടച്ചവൻ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. നമ്മളിവിടെ മഹാന്റെ പേരിലല്ലേ ഒരുമിച്ച് കൂടിയത്? നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു മഹാന്റെ ആണ്ട് നേർച്ചയല്ലേ? ആരാ മഹാനാരാ? അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അല്ല പറയാ അലാ ഇന്ന ഔലിയാ അല്ലാഹ്. എന്നിട്ട് അള്ളാഹു അവരുടെ ഗുണം പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം. അവർക്ക് അള്ളാഹനല്ലാതെ വേറെ ആരെയും പേടിയില്ല. ആരാ? നമ്മളൊരു മഹാന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാ. അല്ല ഇവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവർക്ക് അള്ളാനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവർക്ക് പേടിയില്ല. ലാ ഖൗഫുൻ അലൈഹിം. ഭയമെന്ന് പറയുന്നത് പടച്ച റബ്ബിനല്ലാതെ ഇവർക്ക് വേറെ ആരെയും ഭയമില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖവും ഇല്ല, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരു സങ്കടം ഒന്നുമില്ല സഹോദര. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ അള്ള പറയുന്നതനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോ അൽഹംദുലില്ലാഹ് ഇലക്ഷൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 26 എംപിമാരും നമ്മുടെ സമുദായമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ള ഈമാൻ തരുമാറാകട്ടെ. അള്ള ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കർണാടകയിലെ ഹിജാബ് നിരോധിച്ചു. ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ആ നാട്ടിലല്ലേ ഹിജാബ് ധരിച്ച പെണ്ണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ഇലക്ഷൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് 26ഓളം പേര് മുസ്ലിമീങ്ങളായ എംപിമാരല്ലേ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്ക് സഹോദര, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, എന്റെ ഭർത്താവിന് അള്ളാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്റെ ഭർത്താവ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. അള്ളാഹു അങ്ങനെ അള്ളാഹിനെ ഭയന്ന് ജീവിക്കുന്നവരിൽ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. ഭർത്താവ് അള്ളാഹിനെ പേടിയുള്ള മനുഷ്യനാകണം. നിന്നെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ഭാര്യയ്ക്ക് 1000 നാവായിരിക്കണം. ഓള് പറയണം, എന്റെ ഇക്ക ഏത് പാതിരാത്രി വന്നു കിടന്നാലും തഹജ്ജുദ് നിസ്കരിക്കും, സുബഹി നിസ്കരിക്കും. ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭാര്യ എപ്പോഴും നല്ലത് പറയുന്ന ഒരവസ്ഥയുണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ നല്ല, നിന്റെ ഇക്കാന്നൊന്നും വിളിക്കത്തില്ലല്ലോ. ഇപ്പൊ ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് പേരാ. ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ വിളിച്ചത് എടാന്നാ വിളിക്കുന്നത്. എടാ അത് ഇങ്ങെടുക്കട, എടാ ഇങ്ങോട്ട്, എടാ വാടാ പോടാന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം.
പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കാറുണ്ട്. അത് ഹറാമാണെന്നോ പാവാണെന്നല്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പെങ്ങളെ, നീ നിന്റെ വാപ്പാനെ വിളിക്കുന്നത് എന്താ? വാപ്പാന്നാണോ വാപ്പാടെ പേരാണോ? ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. എന്റെ പേര് സിറാജ് എന്ന, എന്റെ മോൻ എന്നെ സിറാജ് വാപ്പാന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണോ? എന്താ വിളിക്കണ്ട? ഇവിടെ ഓരോരുത്തർക്കും ഭർത്താവല്ലേ പെണ്ണെ, നിന്റെ ഭർത്താവല്ലേ, നിനക്കൊരു ജീവിതം തന്ന മനുഷ്യനല്ലേ, വലിയ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിന്. നീ ബഹുമാനിക്കാൻ പഠിക്കും നിന്റെ ഭർത്താവ്. പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവിനെ വിളിക്കുന്നത് തന്നെ നിങ്ങള് ഇങ്ങനെയൊക്കെ വിളിക്കുക. നിങ്ങള്, കുട്ടികളുടെ ഉപ്പ, ഇപ്പോഴോ എടാ വാടാ പോടാന്ന് വിളിക്കുന്ന സഹോദരി. ബഹുമാനിക്കണം ഭർത്താവിനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുക, എന്റെ ഭർത്താവ് അല്ലാഹുവിനെ പേടിയുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ അങ്ങനെയാകാൻ തീരുമാനിക്കും സഹോദര, നമ്മൾ അങ്ങനെയാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയുന്നത്, നിനക്ക് സ്വർഗത്തിൽ പോകണം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവ് തീരുമാനിക്കണം. നിന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവ് നല്ലത് പറയുന്നൊരവസ്ഥയുണ്ടാകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. ബനൂ മുസ്തലഖ യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും മടങ്ങി വരുമ്പോ അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ യുദ്ധത്തിൽ നബി തങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ യാത്രയാണ്. യാത്ര ചെയ്തു വരുമ്പോ ഒരു സ്ഥലമെത്തിയപ്പോ മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അതാ നബിയും സ്വഹാബത്തും യാത്ര നിർത്തുകയാണ്. എന്നിട്ട് അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ട്. ആദ്യം ആയിഷ ബീവിയെ പറഞ്ഞു വിട്ടു. ആയിഷ ബീവി തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞു മടങ്ങി വന്ന വാഹനത്തിൽ കയറി. നബി തങ്ങൾ കണ്ടു, സ്വഹാബത്ത് കണ്ടു, എല്ലാവരും കണ്ടു ആയിഷ ബീവി വാഹനത്തിന്റെ മുകളിൽ കയറുന്നത്. അത് കഴിഞ്ഞപ്പോ ആണുങ്ങളെ പോകാൻ പറഞ്ഞു. സ്വഹാബത്ത് മുഴുവനും അവരുടെ ആവശ്യങ്ങളുമായി കടന്നുപോയി. ഉടനെ കുറച്ചു സമയം കഴിഞ്ഞു, ആണുങ്ങൾ മടങ്ങി വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീവി വിചാരിച്ചു ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാ. ആയിഷ ബീവി റളിയല്ലാഹു തആല ആരോടും പറയാതെ പെട്ടെന്ന് വാഹനത്തിന്റെ മുകളിൽ നിന്ന്, ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് മാലയും തെരഞ്ഞു പോവുകയാണ്. ആയിഷ ഇറങ്ങിയതോ പോയതോ ഒരാളും കണ്ടില്ല. പടച്ചവനെ, അങ്ങനെ ആണുങ്ങൾ എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ ബീവി കയറുന്നത് കണ്ടതാണ്. അതുകൊണ്ട് നബിയും സ്വഹാബത്തും മുന്തെന്നുള്ള ധാരണയിൽ യാത്ര തുടർന്നു. അങ്ങനെ നബിയും സ്വഹാബത്തും പോയടോ. ആയിഷ ബീവി റളിയല്ലാഹു തആല തിരിച്ചു വന്നപ്പോ നബിയും സ്വഹാബത്തും പോയിരിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീവി ഇരുന്ന് കരയുകയാ. ബീവിയിരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. സഫ്വാൻ നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാ. വഴിയോരത്തൊരു പെണ്ണിരുന്ന് ഹിജാബിട്ടുകൊണ്ട് കരയുകയാണ്. ആരാണെന്നറിയില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, ആരാ നിങ്ങളാരാ, നിങ്ങളാരാ? സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. സഫ്വാൻ തങ്ങളെ പറഞ്ഞു ഇന്നാ ലില്ലാഹി. ചാടിയിറങ്ങുകയാണ്. കേറുമ്മ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോ കേറുമ്മ, ഈ
വാഹനത്തിന്റെ മുകളിൽ കയറുമ്മ, ഈ സബുവാ കയറ് പിടിച്ച് മുമ്പിൽ നടക്കാമുമ്മ. അങ്ങനെ അല്ലാഹുവേ വേറെ വഴിയില്ലാതെ ആയിഷ ബീബി അതിന്റെ മുകളിൽ കയറുകയാ. സബുവാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറ് പിടിച്ച് നടക്കുകയാണ്. പഠിക്കണം പെങ്ങള്, പഠിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. യാത്ര നിർത്തുകയാണ്. എല്ലാവരും വല്ലാത്ത ടെൻഷനിലാണ്. ആയിഷയ്ക്കെന്ത് സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ സഫ്വാനെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കട്ടകത്തിന്റെ കയറ് പിടിച്ച് നടക്കുകയാ. ആയിഷ ബീവി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടു. ആയിഷ ബീവി നടന്നതെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സംഭവിച്ചതെല്ലാം പറഞ്ഞു. പ്രവാചകൻ ആയിഷാനെ സമാധാനിപ്പിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് യാത്ര തുടരുമ്പോ മുനാഫിഖീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നടോ. അവൻ പറയാൻ തുടങ്ങി, രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് സമയം ഒറ്റയ്ക്ക് വന്നവരാണ്. എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷാരെയും ആ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ടങ്ങ് പറയാ തുടങ്ങി, സഹോദരാ, പടച്ചവനെ മദീന മുഴുവനും പടരുകയാണ്, മദീന മുഴുവനും പടരുകയാണ്, കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. അറിഞ്ഞവരെ ഷെയർ ചെയ്യുകയാണ്. പടച്ചവനെ പലരും വിശ്വസിച്ചടോ, പലരും വിശ്വസിച്ചടോ. കാരണം എന്താണ് വിശ്വസിക്കാനുള്ള കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പോയവരാ പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണിത് പറഞ്ഞു തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എവിടെ നോക്കിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച്, സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയെ കുറിച്ച്. നിങ്ങൾ ആ സഹാബിയെ കുറിച്ച് ചിന്തിക്കണോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരിക്കുമ്പോ ആരാണെന്ന് ചോദിക്കുമ്പോ ആയിഷയാണെന്ന് പറഞ്ഞപ്പോ എന്തു പറ്റിയെന്ന് പോലും ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ല. ഉമ്മ എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയതെന്ന് പോലും ആയിഷ ബീവിയോട് ചോദിക്കാത്ത സഹാബി. ആ സഹാബിയെയും ചേർത്ത് വെച്ചിട്ട് നാട് മുഴുവനും ചർച്ചയാണ്. നിബിതങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശരിക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരും, ആരോടും മിണ്ടുന്നില്ല. അവസാനം എല്ലാ സ്ഥലങ്ങളിലും ആയിഷയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നിബിതങ്ങൾക്ക് സങ്കടമാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാ. നിബിതങ്ങളുടെ മസ്ജിദിൽ നിന്ന് മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി. എന്നിട്ട് പ്രവാചകം ചോദിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എന്റെ ആയിഷയെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്നു സഹാബ. നിങ്ങൾ എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. എങ്ങനെ നബി തങ്ങൾ പറയുകയാ, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. തന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ, എന്റെ ആയിഷ
ആയിഷാനെ എനിക്കറിയാ സഹാബ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളോ, അവൾ ഇന്ന് വരെ എന്റെ കൂടെ ജീവിച്ചവളോ. ഇന്നുവരെ എന്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല സഹാബ. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ. എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യയാണ് എനിക്ക് വിശ്വാസമാ. പ്രിയപ്പെട്ട പെങ്ങള്, നിന്നെ കുറിച്ച് ചോദിച്ചാ നിന്റെ ഭർത്താവ് പറയണം എന്റെ ഭാര്യ നല്ലവളാണ്, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാണ്, അവൾ പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവളാണ്, അവളെ സൃഷ്ടിക്കുന്നവളാണ്. എന്റെ പൊന്നുമക്കളെ നല്ലതുപോലെ നോക്കുന്നവളാണ്. അവൾ ഒരിക്കലും എന്നെ വഞ്ചിക്കുന്നവളല്ല, അവൾ ഒരിക്കലും എന്നെ ചതിക്കുന്നവളല്ല. എന്റെ ഭാര്യ നല്ലവളാണ്. അങ്ങനെ നിന്നെക്കുറിച്ച് നിന്റെ ഭർത്താവ് പറയണം പെണ്ണ്. അപ്പോഴാ നിനക്ക് സ്വർഗമുള്ളത്, അപ്പോഴാണ് നിനക്ക് സ്വർഗമുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയട്ടെ നല്ലവനാണെന്ന്, ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം നല്ലവനാണെന്ന്. നിന്റെ പൊരുത്തം നിന്റെ ഭർത്താവിന് വേണം. പെങ്ങളെ, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. ആ മനുഷ്യന്റെ പൊരുത്തം നിനക്കുണ്ടാകണം. അപ്പോഴാ നിനക്ക് സ്വർഗമുള്ളത്, അപ്പോഴാണ് നിനക്ക് സ്വർഗമുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിന് ബർക്കത്ത് നൽകണേ അല്ലാ, മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ, നിന്നെ ഭയന്ന് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പഠിച്ചവനെ സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. അവരവരുടെ കയ്യിലുള്ളതെടുത്തോ, അവരവരുടെ കയ്യിലുള്ളതെടുത്തോ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക സഹോദരാ. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. എന്ത് കൊടുത്താലും ലാഭം നിനക്കാണ്. സദഖത്തുറത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാവുപ്പാ. പടച്ചവനെ, ഈ വഅദിന്റെ സദസ്സിലൊരു പിതാവിരിക്കുന്നുണ്ട്. കയ്യിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, 7 വയസ്സുള്ള എന്റെ മകന് ക്യാൻസറാ, ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവര്, പനി പടരുന്നത് പോലെ പടരുകയാ. കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുകയാണ്, ഡയാലിസിസ് ചെയ്യുന്നവര് വർദ്ധിക്കുകയാണ്. പടച്ചവനെ, പല പല രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് സഹോദരാ, കൊടുക്കുന്നത് കൊണ്ട് നേട്ടം നിനക്കാ. സദഖത്തുറത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, കരുണക്കടനായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ